സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഒരു അറേബ്യൻ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് പീസുകളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പുഡിംഗ് ട്രൈയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ബൗളിലോട്ട് 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുക. ഏത് ടേസ്റ്റ് കസ്റ്റാർഡ് പൗഡർ ആയാലും മതി. അതിലേക്ക് ഒരു 1/2 കപ്പ് മിൽക്കും കൂടെ ചേർത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ടതങ്ങ് മാറ്റി വയ്ക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഒരു പാനിലേക്ക് 2 കപ്പ് മിൽക്ക് എടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് ഷുഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കുക. അതൊന്ന് ബോയിൽ ചെയ്ത് വരുന്ന സമയത്ത് അതിലേക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാതെ ഇളക്കുമ്പോൾ ഇത് തിക്കായിട്ട് വരും. അപ്പോൾ ഇതുപോലത്തെ ഒരു തിക്നെസ് ആകുന്ന വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ആ ട്രേയിലോട്ട് ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുക. ചൂടോടെ തന്നെ ഒഴിക്കണം. തണുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ സെറ്റായി പോകും. എന്നിട്ട് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ചൂട് കുറഞ്ഞ ശേഷം 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിലല്ല, താഴെ ഭാഗത്ത് വെച്ചാൽ മതി. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം അടുത്ത ലെയർ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 150 ml കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 150 ml ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ഇട്ട് ഇളക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് രണ്ടും കൂടെ അതിൽ മിക്സാക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ പിന്നെ ഞാൻ ഇത് ബൗളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. വലിയ ബൗളെടുത്തു. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വലിയ ബൗളെടുത്തിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ രണ്ടാമത്തെ അബദ്ധം എന്ന് പറയുന്നത് ഞാൻ അതിൽ സ്പൂൺ ഉപയോഗിച്ചതാണ്. ആദ്യം തന്നെ വിസ്ക് എടുത്താൽ മതിയായിരുന്നു. പക്ഷേ അത് കഴുകാനുള്ളൊരു മടി കാരണം വിസ്ക് എടുക്കാതിരുന്നതാണ്. അപ്പോൾ ഈ സംഭവം സെറ്റായിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും കൂടെയാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതൊരു 2.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് ലെയർ ആയിട്ട് ഈ ഫ്രഷ് ക്രീമിൻ്റെയും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് എയർ ബബിൾസ് പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നട്ട്സ് ക്രഷ് ചെയ്തേക്കുന്നത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ബദാമാണ് ചേർത്തിട്ടുള്ളത്. ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതേ വൈറ്റ് ചോക്ലേറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. ഇനി ഓവർ നൈറ്റ് വെച്ചില്ലെങ്കിൽ ഒരു 6-7 മണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അറേബ്യൻ പുഡിംഗ് റെഡിയായി കിട്ടും. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ പുഡിങ്ങിൻ്റെ പോലെ ഒരു ഹാർഡ് ടെക്സ്ചർ അല്ല, ഇതൊരു ലൂസ് ടെക്സ്ചറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.